നമസ്കാരം. ജയനുണ്ടോ? അതുണ്ട്. ഉള്ള പോക്കൃത്തരം മുഴുവൻ കാണിച്ചിട്ട് നിന്ന് മോങ്ങുന്നോടെ പുല്ല. വേണ്ട ജയ, സാറ് വിട്ടേ, രണ്ട് പൊട്ടിച്ചാൽ ഇവനക്ക് നേരെയാവും. ഇവിടെ വെച്ച് ഒന്നും ചെയ്യണ്ട. തന്റെ ആളാണല്ലോ എന്ന് കരുതിയ, അല്ലെങ്കിൽ ഞാൻ ഇവന്റെ അണ്ടം കലക്കേനെ. ശരിയാ. എവിടെ നിന്നാ യൂണിഫോം കിട്ടിയത്? അത് ചോദിക്ക. സാർ ഒരൊറ്റ ആളായി കുഴപ്പത്തിനെല്ലാം കാരണം. സാറോ? അത് പിന്നെ ഏതാണ്ട് നാടകത്തിനാണെന്ന് പറഞ്ഞ് കോട്ടേഴ്സിൽ ഒന്ന് വാങ്ങിക്കൊണ്ട് പോയതാ. ജയം പറഞ്ഞു വിട്ടാണെന്ന് പറഞ്ഞപ്പോ ഞാനും കൊടുക്കുകയും ചെയ്തു. അത് ഈ പണിക്കാണെന്ന് ഞാൻ അറിഞ്ഞു. ഏത് സുൽത്താൻ ചോദിച്ചിരുന്നാലും ഇങ്ങനത്തെ പിള്ളേര് കളിക്ക് സർക്കാർ യൂണിഫോം ഊരി കൊടുക്കരുത്. സാർ അകത്താവുന്ന കേസാ. സത്യത്തിൽ ഇവൻ എന്താണ് ഒപ്പിച്ചത് സാറേ? കുട്ടിക്കാനം പള്ളിയിൽ നാടകവും കഴിഞ്ഞിട്ട് വരുന്ന വഴിക്ക്. നീ എന്ന് മൂലം നാടകളി തുടങ്ങിയത്? നമ്മുടെ ചാക്കുണ്ണിക്ക് പകരക്കാരനായിട്ട് പോയതല്ലേ. എന്നിട്ട് കാറ് വഴിയിൽ വെച്ച് ബ്രേക്ക് ഡൗൺ ആയി. റിപ്പയർ ചെയ്യാൻ ഒരുപാട് സമയം എടുക്കുമെന്ന് ഡ്രൈവർ പറഞ്ഞുകൊണ്ട് അതുവഴി വന്ന ഒരു ലോറിക്ക് നേരെ ഞാൻ കൈ കാണിച്ചു. ലോറി ഡ്രൈവർ ഒന്നും മിണ്ടാതെ താഴെ ഇറങ്ങി വന്ന് ഒരു 100 രൂപ നോട്ട് എനിക്ക് എടുത്തു തന്നു. ഞാൻ യൂണിഫോമിലല്ലായിരുന്നോ, SI ആണെന്ന് വിചാരിച്ചു. എന്നിട്ട് അതുവഴി വന്ന 5 ലോറിക്ക് നേരെ ഞാൻ കൈ കാണിച്ചു. 500 രൂപ പോക്കറ്റിൽ. കഷ്ടകാലത്തിന് 6ാമത് ഞാൻ കൈ കാണിച്ച പോലീസ് ജീപ്പിന് നേരെയാ. SI തൂക്കിയെടുത്ത് അകത്തിട്ടു. എന്നിട്ട് കിട്ടിയ കാശൊക്കെ നീ എന്ത് ചെയ്തു? അത് മുഴുവൻ അയാളുടെ കയ്യിലായി. എനിക്ക് വല്ലാതെ വിശക്കുന്നുണ്ട് ചെയ്യാ. ഒരു ചിക്കൻ മജ്ബൂർ വാങ്ങിച്ചാ. ചിക്കൻ മജ്ബൂർ? നിനക്ക് ചിക്കൻ മജ്ബൂറല്ല, നിനക്ക് ചിക്കൻ മേടിച്ചു തരാം. അത് കറിയല്ല, തെറിയല്ലേ? അതെ. വഴി അടുപ്പിക്കല്ലേ. ജയ, 1 മിനിറ്റ്. എന്ത് പറ്റി? ഇന്നലെ ഒറ്റയ്ക്കേ ഉള്ളോ? അല്ലല്ലോ, ഡ്രൈവറും ഉണ്ട്. അല്ല, സാധാരണ കൂട്ടുകാരിയായിട്ടാണ്. എന്തിനാടാ കിടന്ന് ഉരുളുന്നത്? പുഷ്പക വിമാനത്തിൽ കയറി രാവണന്മാർ രണ്ടും കൂടി എങ്ങോട്ടാ? എടി, നീ അറിഞ്ഞില്ലേ യവനെ പോലീസ് പിടിച്ചോ? അതെ, എന്നെ പോലീസിലെടുത്തോ. ഹാവൂ, ഇവിടെ ഒരാൾക്ക് എന്തായാലും സമാധാനമായി. ഉണ്ണിയേട്ടൻ ഇനി സതീരാജനെ പേടിക്കണ്ടല്ലോ. അതെ, സെലക്ഷൻ കിട്ടിയെന്ന് അങ്ങനെ തറപ്പിച്ച് പറയാൻ പറ്റില്ല കേട്ടോ. അയ്യോ, അതെന്താ പോലീസിലെടുത്തു എന്ന് പറഞ്ഞിട്ട്? അല്ല, അവരിവനെ എത്രയും പെട്ടെന്ന് എടുത്തോളാന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, അത് അവര് പറയുന്ന പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാ എന്റെ നാക്കിന് നീളം പോരാന്നുള്ളതാ. ആട്ടെ, പബ്ലിക് സ്ക്വാഡ് എന്ത് പറയുന്നു? പബ്ലിക് സ്ക്വാഡോ? പബ്ലിക് സ്ക്വാഡ് അല്ല, പബ്ലിക് സോഡ്. പബ്ലിക് എന്ന് പറഞ്ഞാൽ പൊതു, സോഡ് എന്ന് പറഞ്ഞാൽ വാൾ, പൊതുവാൾ. നിന്റെ തന്ത. ഉണ്ണിയേട്ടാ, ഇയാൾക്കാണോ നാക്കിന് നീളം പോരാന്ന് പോലീസുകാർ പറഞ്ഞത്? ഉണ്ണിയേട്ടൻ പറഞ്ഞ പോലെ ഒരു വാള് പൊതുവാളെങ്കിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. എവിടെ കെട്ടിച്ചുടാൻ പോകണോ? എങ്കിൽ കൊല്ലും ഞാൻ അങ്ങനെ. അയ്യോ, എനിക്കല്ല, കൂട്ടുകാരനെ കല്യാണം. അയ്യോ, എനിക്കോ? സത്യം, ദേവിയാണ് സത്യം. പൊതുവാളങ്ങളാണ് മാസ്റ്റർ ബ്രെയിൻ. അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പെണ്ണ് കാണൽ, നിശ്ചയം, കല്യാണം. ഉണ്ണി ചതി. ചതി അല്ല ജയ, വിധിയാ. നടക്കാനുള്ളൂ, നടക്കേണ്ട സമയത്ത് നടക്കും. വിധി നടപ്പാക്കാൻ നിങ്ങളാര്, കാലനോ? അല്ല, ഈ കല്യാണം വേണ്ടാന്ന് നോക്കിയാ എന്താ കാരണം? ഇവന്റെ ഉപദേശമായിരിക്കും അല്ലേ? ഉപദേഷ്ടാവ് ആരാണെന്ന് തൽക്കാലം അറിയണ്ട. ചില പെണ്ണുങ്ങളുടെ തന്തമാര് ശരിയല്ലെങ്കിൽ നമ്മൾ ആണുങ്ങളുടെ കാര്യം പോക്കാം. ഇങ്ങനെ പോയ നിന്റെ കാര്യം പോക്കാം. ഈ പൊതുവാളിനോട് പ്രതികാരം ചെയ്യണം. എങ്ങനെ? സതി. അത് ഇന്ത്യയിൽ നിർത്തിയിട്ട് കാലം കുറയായി. ആ സതിയല്ല, പി സതി, അങ്ങേരുടെ മോള്. അവളെ എനിക്ക് അടിച്ചു മാറ്റണം. അതിന് നീ എന്നെ ഒന്ന് സഹായിക്കാമോ? എങ്കിൽ നമുക്ക് അയാളോട് മധുരമായി പ്രതികാരം വീട്ടാം. നീ പറഞ്ഞതുപോലെ പൊതുവാളുടെ മകളെ നമ്മൾ അടിച്ചു മാറ്റുന്നു, നിങ്ങൾ തമ്മിൽ വിവാഹിതരാകുന്നു, ആദ്യ രാത്രി തന്നെ നിന്നെ ഞാൻ കൊല്ലുന്നു. അങ്ങനെ നിന്റെ ചിതയിൽ ചാടി യഥാർത്ഥ രീതിയിൽ അവൾ സതി അനുഷ്ഠിക്കുന്നു. ഒരുമാതിരി വേലേന്റെ അടുത്ത് ഇറക്കരുത്. നിന്റെ കല്യാണം ഓസിന് നടത്തിക്കാൻ വേണ്ടി നീ എനിക്കൊരു പുല്ലും ചെയ്യണ്ട. തേണ്ടി നീ എന്നെ സഹായിച്ചില്ലെങ്കിലും ഞാൻ നിന്നെ സഹായിക്കുന്നു. അച്ഛനും അമ്മയും കൊണ്ടുവരുന്ന പ്രപ്പോസൽ വേണ്ടെന്ന് നീ പറയുന്നില്ല, നിന്നെ വേണ്ടെന്ന് പെൺവീട്ടുകാർ പറയുന്നു. അതെങ്ങനെ? അതിനല്ലേ ഞാൻ. സംഗതി നടക്കുവോ? നിനക്ക് എന്റെ അച്ഛനറിയാലോ. MKP മേനോൻ തന്നെയല്ലേ ഇപ്പോഴും? അതെ, ചോദിച്ചാ മതി, പറഞ്ഞുതരും. ജയന്റെ അച്ഛൻ ഉള്ളത് കൊണ്ട് ഒന്നും പേടിക്കണ്ട.
പെർഫ്യൂമും പൗഡറും ശരിക്കും പൂച്ചിട്ടുണ്ടല്ലോ രണ്ടാളും. ദേ പെണ്ണിനെ ശരിക്കും നോക്കണം, അവസാനം കണ്ടില്ലെന്നൊന്നും പറഞ്ഞേക്കരുത്. സമയച്ചിറങ്ങ രാഘവല പറയും. ഇല്ല, പൊതുവാളിനെ കാണാനല്ലോ, അയാൾ വരാതെ എങ്ങനെ പോകുന്നു? അയ്യോ, താൻ എവിടെ ആയിരുന്നോ? 10:30 അവിടെ ചെല്ലാന്ന് പറഞ്ഞല്ലേ? സമയം എത്രയായി? അവരെന്ത് കരുതും? അവര് കരുതിയിരിക്കാണ്. ഞണ്ണുന്ന കാര്യമല്ല, പെണ്ണ് കാണുന്ന കാര്യമാ. അവര് കരുതിയിരിക്കാണെന്ന്. എല്ലാം കലങ്ങി കലങ്ങി. ഏതോ ഒരു തന്തയില്ലാത്ത തെണ്ടിയെന്ന് ഏഷണി പറഞ്ഞു കൊടുത്തു. ജയന് തലയ്ക്ക് സുഖമില്ലാത്തതാണ്. മദ്രാസിൽ പഠിക്കാൻ പോയപ്പോ ഭ്രാന്താസ്പത്രിയിൽ ചികിത്സയിലായിരുന്നു. 2 കൊല്ലം ചികിത്സിച്ചിട്ടും ഭേദാകാത്തോണ്ട് ഡോക്ടർമാര് കയ്യൊഴിഞ്ഞാണെന്നൊക്കെ. താൻ കൊണ്ടുവന്ന ഒരു ആലോചനയായി പോയത്, അല്ലെ അടിച്ചവന്റെ കാരണം കുറിച്ച് ഞാൻ പോച്ചേനെ. ഇത് തന്നെ അവരും എന്നോട് പറഞ്ഞേ. എട്ടും പൊട്ടും തിരിയാത്ത എന്റെ കുഞ്ഞിനെ പറ്റി അനാവശ്യം പറയുന്നവൻ ആരായിരുന്നാലും ശരി, അവന്റെ തലയിൽ ഇടുത്തി വീഴും. വേണ്ടെങ്കി വേണ്ടെന്ന് പറഞ്ഞ പോരെ, ഇത്തരം പരദൂഷണ പറയാ? പച്ച തെറിയ എന്റെ വായി വരുന്നേ. എനിക്ക് അവിടെ നമ്പർ അറിയോ? ഫോൺ ചെയ്തേ. വേണ്ട, ചേട്ടനോട് പറയാനുള്ളത് എന്നോട് പറഞ്ഞു വിട്ടിട്ടുണ്ട്. അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. താൻ മിണ്ടരുത്. ഇത് നമ്മളോട് ശത്രുതയുള്ള ആരെങ്കിലും പറഞ്ഞുണ്ടാക്കിയതാവും. നല്ല പൂവമ്പഴം പോലെ ഇരിക്കുന്ന കൊച്ചുങ്ങളെ കാണുമ്പോ ആർക്കാ സഹിക്കുക? അവിഹിത ബന്ധമുണ്ടെന്നോ വേറെ പെണ്ണ് കെട്ടിയതാണെന്നോ അങ്ങനെയൊന്നും ആരും പറഞ്ഞിട്ടില്ല. അല്ല, എന്ത് എന്നൊക്കെ പറയാനുള്ള ധൈര്യം ഈ നാട്ടിൽ ആർക്കാ ഉണ്ടാവുക? അതറിയണമല്ലോ. അങ്ങനെയൊക്കെ പറയുന്നത് സ്വാഭാവികം. പക്ഷെ ചെക്കന് ഭ്രാന്താന്ന് പറഞ്ഞു കൊടുക്കുന്നത് ആദ്യം. ആരാ ഇത് പറഞ്ഞതെന്ന് അവർ പറഞ്ഞു? അത് മാത്രം അവര് പറയുന്നില്ല. എന്റെ അച്ഛാ, മേലിൽ ഇത്തരത്തിലുള്ള ചെറ്റ ആൾക്കാരുടെ വീട്ടിൽ നിന്നുള്ള എരപ്പാളി പ്രപ്പോസലുമായിട്ട് വരരുതെന്ന് ബന്ധപ്പെട്ട ആൾക്കാരോട് പറഞ്ഞേക്കണം. നമുക്കൊരു നിലയും വിലയുണ്ട്. അത് മറന്നിട്ടുള്ള ഒരു ബന്ധവും ആരുമായിട്ടും വേണ്ട. തടരാടണം, എല്ലാം സഹിക്കാനുള്ള ശക്തി നീ സംഭരിക്കും. മോനെ ജയ, നീ ഒന്നും കാര്യമാക്കണ്ട. വിവരമില്ലാത്ത ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ച് എന്നെ ഒന്നും ഓർമ്മിപ്പിക്കരുതമ്മേ. ഞാൻ എല്ലാം മറക്കാൻ ശ്രമിക്കുക. മോനെ, അച്ഛനോട് ക്ഷമിക്കടാ. വെറുതെ ഇരുന്ന് നിനക്ക് ആശ തന്ന് കൊതിപ്പിച്ചു. എന്നിട്ട് ഇപ്പോ സാരമില്ല അച്ഛ, ആരുടെയും കുറ്റമല്ല, എല്ലാം എന്റെ വിധിയാ. എന്നാലും ഇതൊരു കട്ടമായിപ്പോ. അയ്യോ, ആരാത്? ഐഡിയ, ഈ സിനിമ വീഡിയോ ഷൂട്ട് ചെയ്ത് ഇതിന്റെ വ്യാജ വീഡിയോ കാസറ്റ് ഇറക്കിയാലോ? അസൽ ഐഡിയ. എന്നാ പിന്നെ എനിക്ക് കുടുംബത്തോടെ ജയിലിൽ കയറി ഇറങ്ങാലോ. ബ്ലഡി ഫൂൾ. എപ്പോഴും ഇങ്ങനെ ബ്ലഡി ഫൂൾ എന്ന് വിളിക്കാതെ ചുരുക്കി BF എന്ന് വിളിച്ചാ പോരെ? അയ്യോ, പോലീസ്! മേനേജേട്ടാ, 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 പോലീസ്, പോലീസ്, പോലീസ്! ജയൻ എന്തെങ്കിലും കുഴപ്പം കാണിച്ചു കാണൂ? ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞല്ലോ. മേനേജേട്ടാ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു പറയാം. എവിടെയെങ്കിലും ഒളിച്ച ഇതിനകത്ത് പറ്റില്ല. അവിടെ എവിടെയെങ്കിലും ഒളിക്കുക. അപ്പൊ തോന്നാ മുട്ടുമ്പോ തോന്നുന്നു. ഗുഡ് മോർണിംഗ്. മാനേജർ അവിടെ ഇല്ല. ആരുണ്ട് ആരില്ല എന്ന് ഞാൻ ചോദിച്ചില്ലല്ലോ. അല്ല, ചോദിച്ചാലോ എന്ന് കരുതി അഡ്വാൻസ് ആയിട്ട് തന്നതാ. അഡ്വാൻസ് ആയിട്ട് തരണ്ട, ചോദിക്കുമ്പോ മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. മതി. ഇങ്ങോട്ട് മാറിയിക്കും, ഇങ്ങോട്ട് മാറിയിക്കാൻ. ഇവിടെ വേറെ ആരുമില്ലേ? ഇവിടെ ഞാനുണ്ട്, പിന്നെ വേറെ ആരുമില്ല. മാനേജർ അവിടെ ഇല്ല. നിങ്ങളാരാ? ഞാൻ പൊതുവാൾ. എന്ത് വാൾ? പൊതുവാൾ. എനിക്ക് ഈ വീട് മുഴുവൻ ഒന്ന് സെർച്ച് ചെയ്യണം. എന്താ ഇത്? പരിശോധന കഴിയുന്നത് വരെ താൻ ഇവിടെ നനങ്ങിപ്പോകരുത്. ഓക്കെ? അപ്പോഴേ നിന്റെ വെളച്ചിലൊന്നും ഇവിടെ വേണ്ട കേട്ടാ. അത് ശരി. അപ്പൊ അമ്മാവനോട് ഒളിച്ചിരിക്കുകയായിരുന്നല്ലേ? നീ ഇപ്പൊ ഇടാന്നോ? അതെ, ചാർജ് എടുത്തിട്ട് 2 ദിവസമായി. പക്ഷെ ഇപ്പോഴേക്കോട്ട് വരാൻ പറ്റൂല. അല്ല, ജയനോട് ഇല്ലേ? ഉണ്ടുണ്ട്, ഉണ്ടെന്ന് തോന്നുന്നു. അവനിപ്പോ പഴയതുപോലെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഒരു കുഴപ്പമില്ല. പിന്നെ വല്ല ബസ് ഉടക്കലോ, അതും ചെറിയ ബസ്. പിന്നെ വലിയ ചെറിയ അടിപിടി കേസോ മാത്രമേ ഉള്ളൂ. കൂടുതൽ വർത്തമാനം വേണ്ട. വേണ്ട. നിങ്ങളല്ലേ പറഞ്ഞത് അമ്മ അവനിവിടെ ഇല്ല, പുറത്തു പോയിരിക്കുകയാണെന്ന്? അകത്ത് എന്നുള്ളത് പുറത്തായി പോയതാ. പോലീസുകളിയൊന്നും ഇവിടെ വേണ്ട കേട്ടോ. തനിക്കറിയില്ലേ? SI. ആ SI ആണ്. നമ്മുടെ ചെറിയടത്ത് നന്ദിനിയുടെ മോനാ. ചെറിയടത്ത് നന്ദിനിയുടെ മോനാ. നന്ദിനിയുടെ ആ മോൻ. അല്ല, ഇതാര് പ്രദീപോ? നീ അങ്ങ് ആള് മാറിപ്പോയല്ലോടാ. അതെ, ഇപ്പൊ നല്ല ഗ്ലാമറായി അല്ലേ? അത് ചേച്ചി ഈ യൂണിഫോം ഇടുമ്പോ ആള് മാറും. തമാശ വേണ്ട, ചിലപ്പോ ഷേപ്പും മാറും. ഇപ്പൊ സമാധാനായല്ലോ. സ്വന്തം ബന്ധമൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഇഷ്ടം പോലെ ബിറ്റ് ചേർക്കാം. അല്ല, ഈ അടിപിടി കേസ് വരുമ്പോ നമുക്ക് ഇടി കുറയും. അറിയാവുന്ന പോലീസാണ് 2 ഇടി കൂടുവെന്നാ അല്ലടാ? 2 അല്ല, ചിലപ്പോ അതിലും കൂടും. ചായ എടുത്തോണ്ട് ചായ മാത്രമല്ല, കഴിക്കാനും. ഇവിടെ വാടാ. അയ്യേ, ഇവനായിരുന്നോ കഷ്ടം? ഇവനല്ല, ഇൻസ്പെക്ടർ പ്രദീപ്. കണ്ടാ പോലീസാണെന്ന് തോന്നുകയല്ലേ അല്ലേ? പക്ഷെ പ്രവൃത്തിയിൽ അത് തോന്നും. നീർക്കോലി.
കുസൃതി ഇപ്പോഴും മാറിയിട്ടില്ലല്ലേ? നീർക്കോലി ഇപ്പൊ കരിമൂർക്കനായിട്ടുണ്ടല്ലോ. അമ്മ പറഞ്ഞപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. എടീ നിന്റെ കളിതമാശ നീ അവനോട് വേണ്ട, അവനിപ്പോ പോലീസാ. നീർക്കോലി പറ്റിയ പേര്. ഒരു ഇൻസ്പെക്ടറോട് കുറച്ച് റെസ്പെക്ട് ഒക്കെ ആകാം. കേട്ടല്ലോ. ആ, ചായ എടുക്കാൻ പോയി അമ്മായിയെ കണ്ടില്ലല്ലോ, ഞാൻ നോക്കിട്ട് വരാം. അമ്മായി ഇപ്പൊ ഉള്ള ഫ്രീഡം കൂടി ഇല്ലാതാകും. ഒന്നുമില്ല, ഉണ്ണിയേട്ടനോട് നിന്റെ അച്ഛനും പറ. ഇന്ദിരേ. ഇന്ദിര ക്ലാസ്സിലോട്ടായിരിക്കും അല്ലേ? അല്ല, കോളേജിലേക്കാ. ഇന്ദിരക്ക് നല്ല ഹ്യൂമർ സെൻസ് ഉണ്ട്. കോമൺ സെൻസ് ഉള്ളവർക്ക് ഹ്യൂമർ സെൻസും ഉണ്ടാവും. അത് വലിയ ന്യൂസ് ഒന്നും അല്ല, അല്ലേടി? അതെ, കറക്റ്റ്. ഇന്നലത്തെ പത്രം വായിച്ചായിരുന്നു. ഇന്റർനാഷണൽ ക്രിമിനലുകളായ 18 പോക്കറ്റ് അടിക്കാരെ ഞാൻ ഒറ്റയ്ക്ക് പിടികൂടി. അത് ഈ ഡിപ്പാർട്ട്മെന്റിന്റെ ചരിത്രത്തിൽ ഒരു വൺ റെക്കോർഡാണ്. ഫോട്ടോ ഉണ്ടായിരുന്നു, കണ്ടായിരുന്നു? ഞാനിങ്ങനെ നടുക്ക് നിന്നിട്ട് ഒരു 2 സൈഡിലൊക്കെ ഇങ്ങനെ നിർത്തിയിട്ട് കണ്ടോ? കണ്ടു. ഇന്നത്തെ പത്രത്തിൽ ഒരു തിരുത്തം ഉണ്ടായിരുന്നു. ഓഹോ, അവര് പോക്കറ്റ് അടിക്കാരായിരുന്നില്ല, പോട്ടർമാരായിരുന്നെന്നോ SI-ക്കെതിരെ നടപടി എടുക്കുന്നൊക്കെ. ആ വാർത്തയും ചോർന്നോ? ശരിയാണ്, ചെറിയ കൺഫ്യൂഷൻ ഉണ്ടതില്. ആക്ച്വലി അവര് പോട്ടന്മാരല്ല, പോക്കറ്റ് എടുക്കാരാ. പക്ഷെ പോക്കറ്റ് എടുക്കാരല്ല, പോക്കറ്റ് എടുക്കാതെ വേഷമിട്ട് വന്ന പോട്ടന്മാരാണ്. ഈ മിസ്റ്റേക്കിനൊക്കെ ചെറിയ പ്രശ്നം ഉണ്ടതില്. ഈ കൂട്ടുകാരിയാണോ? അല്ല, ഫ്രണ്ടാ. കൂട്ടുകാരിയും തീരെ മോശമല്ല. ആ, പൊയ്ക്കോളൂ. ഇനിയെങ്കിലും ഞാൻ പറയുന്നതിന്റെ പൊരുൾ നീ ഒന്ന് മനസ്സിലാക്കുക. വേണ്ട, കല്യാണത്തിന് മുമ്പ് ഒരു പെണ്ണ് ചെക്കനെ തേടി ചെക്കന്റെ അടുത്തേക്ക് വരിക പറഞ്ഞാൽ നീ പറയുന്ന പോലെ നല്ല സ്വഭാവമൊന്നുമല്ല എന്ന് നിനക്ക് തോന്നും. ജയ, പെണ്ണ് കാണലൊക്കെ പോയിട്ട് ആണ് കാണൽ നടന്നുകൊണ്ടിരിക്കുന്ന കാലായത്. മാത്രമല്ല, യുഎസ് ഇസ് ആൻ എൻറ്റയർലി ഡിഫറെന്റ് കേസ്, യു നോ. എടാ ഉണ്ണി, ഞാൻ പറയുന്നത് എന്താ? വരണം. ആ, ജയൻ ഒന്നുകൂടെ ഗ്ലാമർ ആയിട്ടുണ്ടല്ലോ. അത് പിന്നെ അങ്ങളെ ഈ പെണ്ണ് കാണാൻ വരുമ്പോ ആർക്കും മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുമല്ലോ. ആ സന്തോഷം ശരീരത്തിൽ പ്രതിഫലിക്കുമ്പോ ഒന്നും സംസാരിക്കേണ്ട, ഇത് ലിമിറ്റഡ് സ്റ്റോപ്പാണ്. അതല്ല ജയന്റെ അച്ഛ, എന്തൊരു ചേർച്ചയാണെന്ന് നോക്കിയേ. ഉണ്ണിത്താൻ ചേർച്ചയല്ല, ചോർച്ചയാ. അത് സ്വന്തം കാര്യം പറഞ്ഞതാ. പരിചയപ്പെട്ടിട്ടില്ല അല്ലേ? പൊതുവാൾ ലോങ്കോവാൾ. ഇത് ലിമിറ്റഡ് സ്റ്റോപ്പ് അല്ല, ലോഡ് സ്റ്റോപ്പാ. വാ. ഇങ്ങോട്ട് താമസം മാറ്റിയിട്ട് 6 മാസമായെങ്കിലും മോള് വന്നത് കഴിഞ്ഞ ആഴ്ചയാ. അവൾ എന്റെ വീട്ടിലായിരുന്നു. അമ്മൂമ്മ എന്ന് പറഞ്ഞ അവക്ക് ജീവനാ. എന്റെ കമലം മരിച്ചേ പിന്നെ അവൾ അവിടെ തന്നെയായിരുന്നു. അപ്പോഴേ ഞങ്ങൾ തന്നെ കാണാനല്ല വന്നത്, മകളെ വിളിക്ക്. ഓം ശാന്തി, ഓം ശാന്തി, ഓം ശാന്തി. ഓം ശാന്തി. ഇതേതാ ഈ നാരദ വേഷം? ഇവിടെ എന്താ മടമുണ്ടോ? ഒന്ന് ചുമ്മാ. കുഞ്ഞുങ്ങളെ, നിങ്ങൾ വന്നിട്ട് അധിക സമയമായോ? യാത്രാമധ്യേ വിഘ്നങ്ങളൊന്നും സംഭവിച്ചില്ലല്ലോ. യാത്ര മധ്യൊന്നും ഉണ്ടായില്ല, പക്ഷെ ഇപ്പൊ ഉണ്ടായി. ഉണ്ണി തന്നെ ഇത് തന്നെ. എന്റെ പെങ്ങള് സുഭദ്ര തന്നെ തറവാട് ഷെയർ വിറ്റ് ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടിരിക്കുക. കല്യാണം വേണ്ടെന്ന് വെച്ചു. ഇപ്പൊ പൂജയും ധ്യാനവും ഒക്കെ ആയിട്ട് കഴിയുക. പേര് പോലെ തന്നെ ജീവിതവും സുഭദ്രം. ഈ പേരിൽ പന്തളത്തൊരു ആന ഉണ്ടായിരുന്നല്ലോ. പാപ്പാനെയൊക്കെ ചവിട്ടി കൊന്നിട്ട് ഈ കരിമ്പിൻ കാട്ടിലൂടെ മേഞ്ഞ് നടന്ന സുഭദ്രാന. ഓം ശാന്തി. ഏതായി കാർക്കോടൻ കുഞ്ഞ്? പൊതുവാൾ.